അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വന്നിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയാണ് ബീച്ച് ഫെസ്റ്റിവൽ. ഇന്ന് രണ്ടാമത്തെ ദിവസം, 30-ാം തീയതി വരെ ഉണ്ട് ബീച്ച് ഫെസ്റ്റിവൽ. ഷർട്ടുകളൊക്കെ തൊട്ട് കഴിഞ്ഞാലാ ഇപ്രാവശ്യത്തെ ബീച്ച് ഫെസ്റ്റിവലിൽ മുച്ചിരി എന്ന് പറഞ്ഞൊരു ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എനിക്ക് ഇപ്രാവശ്യത്തെ ബീച്ച് ഫെസ്റ്റിവലിലെ ഏറ്റവും ഇഷ്ടമായ സംഭവം ഇതാണ്. ഈ സമയത്താണ് നമ്മൾ ഓർക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൽ, ഈ കൊടുങ്ങല്ലൂരിൽ, ഈ മുജിരിയിൽ ഒരു വളരെ സന്തോഷകരമായ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. ഒരു ഡാൻസ് സെലക്ഷന് എനിക്ക് എല്ലാവരും പേരൊന്നും അറിയത്തില്ല. ഇതൊരു സംവാദമാക്കാം. കാരണം ഞാനിങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞ് പോകുന്നതിനെക്കാട്ടിലും നല്ലത് അറിയാവുന്ന സംശയങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും ഒക്കെ പോവാം. കാരണം സംസാരിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മോഡൽ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മോഡലാണ് കാണുന്നത്. എല്ലാം ക്ഷേത്രങ്ങളുടെ ഹൗസുകളും ക്ഷേത്രങ്ങളും. അത് കേൾക്കുന്നതിനിടയിൽ ഒരു അധ്യക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഈ സ്വാഗത പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ചെറിയാനെ നമ്മളോട് സംസാരിക്കാനായി സ്വീകരിക്കാൻ. ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഓരോരോ പൗലിയനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ആർട്ടിസ്റ്റുകൾ ഓരോ പൗലിയൻ, അവരുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ നമ്മുടെ റോബോട്ടിക്സ് പോലുള്ള ആധുനിക മീഡിയങ്ങളിലൂടെ ലോകത്തെ പ്രചരിപ്പിക്കുവാനുള്ള ഒരു പ്രതിബദ്ധതയാണ് ഏറ്റിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും സ്വാഗതം പറയുക. മനുഷ്യനും എന്ത് ബന്ധമാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്നുള്ള വസ്തുതാപരമായ ബയോളജിക്കലായിട്ടുള്ള ചില പഠനങ്ങൾ സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുകയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ അതിശയിപ്പിക്കുന്ന, ഇന്നത്തെ ലോകത്തെ അതിശയിപ്പിക്കുന്ന മനുഷ്യ സ്നേഹവും മനുഷ്യ അവകാശവും മനുഷ്യനെ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് ഒരു സംരംഭം, ഈ വിഷയം ഒരു ഉത്സവപ്പറമ്പിൽ സംസാരിക്കാനുള്ളതാണ് എന്നുള്ളൊരു സംശയം എല്ലാം നിലനിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ചരിത്രം ഒരു ഉത്സവത്തെക്കാൾ ഒട്ടും
താഴെയായിരുന്നില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് എന്ന് യൂസഫ് സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിലായിരുന്നു നമ്മളെക്കുറിച്ചെല്ലാം കൂടുതൽ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ഈ ഒരു കാലം. ഉണ്ടാക്കിയിരിക്കണത് ഗഫൂറാണ്, അവർകളല്ല. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ